കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ഹോൾഡേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ ശരൺ ഉണ്ടായിരുന്നു, കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ. ശരണിൻ്റെ ഇൻ്റർവ്യൂ നമ്മൾ ഈ വീഡിയോനോടൊപ്പം തന്നെ പിൻ ചെയ്യാം. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലായിരുന്നു. ഇംഗ്ലീഷ് ഒന്നും അറിയാത്തൊരു കുട്ടി ആദ്യത്തെ എക്സാമിൽ 23-ാം വയസ്സിൽ ജോലിയിൽ കയറി. ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ഒരേ ദിവസമാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട വൊക്കാബുലറി എന്ന് പറയുന്നത് സിനോണിംസ് ആൻറ്റോണിംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. പാലിൻഡ്രം എന്താണ്, പക്ഷേ ഇതൊക്കെ പഠിക്കാൻ നമുക്ക് വളരെ കുറച്ച് സമയം മതി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആപ്ലിക്കേഷൻ ഓൺഗോയിങ് ആണ്. മെയ് 2-ാം തീയതി വരെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആണ്. PSCയിലെ 10 മാർക്ക് അല്ലെങ്കിൽ 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ പിന്നെ ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് 50 മാർക്ക് ഇംഗ്ലീഷാണ്, അപ്ലൈ ചെയ്തിട്ട് കാര്യമുണ്ടോ, പൈസ വെറുതെ കളയണോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. 50 മാർക്ക് ഇംഗ്ലീഷ് ഉണ്ട്. അതിൽ തന്നെ വൊക്കാബുലറിക്ക് നല്ല ഇമ്പോർട്ടൻസ് കഴിഞ്ഞ കുറച്ച് പരീക്ഷകളായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ 50 മാർക്ക് ഇംഗ്ലീഷിൽ ഗ്രാമർ പാർട്ടുണ്ട്, പാസേജ് ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്, കുറച്ച് മിസ്ലേനിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. മിസ്ലേനിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചില വാക്കുകൾ ഉണ്ട്, ഇത് എന്ത് ടൈപ്പ് വാക്കുകളാണെന്ന് ചോദിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പഠിക്കില്ലേ, പ്രിഫിക്സ്, സഫിക്സ്, കോമ്പൗണ്ട് വേർഡ്സ് നമ്മൾ PSC സിലബസിലൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കേറ്റഡ് സിലബസിലുണ്ടല്ലോ. അതേപോലത്തെ വാക്കുകളും അതിൻ്റെ നെക്സ്റ്റ് ലെവലുള്ള വാക്കുകൾ, ഫോർ എക്സാമ്പിൾ ഹോമോണിംസ് എന്താണ്, പാലിൻഡ്രം എന്താണ്, പക്ഷേ ഇതൊക്കെ പഠിക്കാൻ നമുക്ക് വളരെ കുറച്ച് സമയം മതി. പിന്നെ ഉള്ള നമ്മളുടെ ഗ്രാമർ പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ടൈം സ്റ്റഡിയാണ്. ഒറ്റ പ്രാവശ്യം പഠിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റിയാൽ ഗ്രാമറും ഓക്കെയാണ്. മൂന്നാമത് കിടക്കുന്ന ആളാണ് വൊക്കാബുലറി എന്ത് പഠിക്കും, ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഈ 3 ഭാഗങ്ങളും ഈക്വലായിട്ട് നമുക്ക് പഠിക്കാൻ സാധിച്ചാൽ 50 മാർക്കിൽ 35 മാർക്കിന് മേലെ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള സ്റ്റഡി ടിപ്സാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. പോയിന്റ് നമ്പർ 1, നമ്മൾ ആദ്യം തന്നെ ഗ്രാമർ മാത്രമോ നോൺ ഗ്രാമർ മാത്രമോ പഠിക്കരുത്. ഗ്രാമർ പോർഷൻ തീർച്ചയായിട്ടും തുടങ്ങുക. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് തുടങ്ങാം, ആർട്ടിക്കിൾസിൽ നിന്ന് തന്നെ തുടങ്ങാം. ടോപ്പിക്ക് പഠിക്കാൻ ഒരു 20-25 മിനിറ്റ് മതി. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ ആപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അല്ലാതെ പഠിക്കുന്നവരാണ് എങ്കിൽ ആർട്ടിക്കിൾസ് എന്നൊരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം, ചെയ്ത് നോക്കാം. ഇനി അതിനോടൊപ്പം ഇംഗ്ലീഷിൽ ഡെയിലി നമ്മൾ കുറച്ച് വൊക്കാബുലറി പഠിക്കണം. ഇപ്പോൾ നമ്മൾ സാധാരണ PSCക്ക് പഠിക്കണം, നമ്മൾ പറയും ഇഡിയംസ് പഠിക്കണം, എല്ലാം പഠിക്കണം. പക്ഷേ ഇവിടെ ഇഡിയംസ് പഠിക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ ഫോറിൻ വേർഡ്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ പഠിക്കേണ്ട വൊക്കാബുലറി എന്ന് പറയുന്നത് സിനോണിംസ് ആൻറ്റോണിംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഡെയിലി നമ്മളൊരു 10 വാക്ക് അല്ലെങ്കിൽ ഒരു 15 വാക്കിൻ്റെ സിനോണിംസും ആൻറ്റോണിംസും പഠിക്കുക. ഒരേ വാക്കിൻ്റെ സിനോണിം, അത് ആൻറ്റോണിം. ഈ വാക്കുകൾ എങ്ങനെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇപ്പോൾ ഞങ്ങളുടെ ഇൻഹൗസ് ക്ലാസ്സസിൽ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് എടുക്കും. ഹൈക്കോർട്ട് അസിസ്റ്റന്റിൽ ഇതുവരെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ബാങ്ക് എക്സാംസിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇതിൻ്റെ വൊക്കാബുലറി എടുത്തിട്ട് ഇയർ വൈസ് തന്നെ കുട്ടികൾക്ക് കൊടുക്കും. ഈ വൊക്കാബുലറി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ, ഇപ്പോൾ ഒരു ഡിസ്പാരേജ് എന്നൊരു വാക്ക്, അതിൻ്റെ സിനോണിം ചോദിച്ചു. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ 4 വാക്കുകളുണ്ട്. ഒരെണ്ണമായിരിക്കാം ഉത്തരം, പക്ഷെ ബാക്കി 3 വാക്കുകളും പഠിക്കുക. ആ രീതിയിലായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്നത്. അങ്ങനെ ഒരു 1 വീക്ക് കൊണ്ട് നമുക്കൊരു 2 ക്വസ്റ്റ്യൻ പേപ്പറിലെ വൊക്കാബുലറി കവർ ചെയ്യാൻ പറ്റിയാൽ തന്നെ ഇപ്പോഴത്തെ ഒരു ടൈം അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, ഡെയിലി ഒരു ടോപ്പിക് ഗ്രാമർ പഠിക്കുക, ഒരു ടോപ്പിക് വൊക്കാബുലറി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു 10 വാക്ക് 15 വാക്ക് സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ് നിർബന്ധമായിട്ടും പഠിക്കുക. ആ വാക്കുകൾ സെലക്ട് ചെയ്യേണ്ട രീതി, ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങൾ സെലക്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് വരും, PSC വരും, അതുപോലെ ബാങ്ക് എക്സാംസ് വരും. ഇത്രയും എക്സാംസിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ വൊക്കാബുലറി പഠിച്ചാൽ തന്നെ നല്ലൊരു ഭാഗം കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ ഡെയിലി ന്യൂസ് പേപ്പറിലെ ഹിന്ദു വൊക്കാബുലറി, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമുക്ക് വൊക്കാബുലറി പഠിക്കാനുള്ള സ്റ്റെപ്പ്. അതുപോലെ ഓരോ ദിവസവും പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി സിനോണിംസും ആൻറ്റോണിംസും മാത്രമല്ല, അവിടെ നമുക്ക് എന്തുണ്ട്, ഇഡിയംസ് ഉണ്ട്, ഫ്രേസൽ വെർബ് ഉണ്ട്, അതുപോലെ തന്നെ ഫോറിൻ വേർഡ്സ് ഉണ്ട്, അല്ലേ? ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പഠിക്കുമ്പോഴും ഡെയിലി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 10 വാക്ക് പഠിക്കാതിരിക്കരുത്. ഓക്കെ. ഇനി ഈ 10 വാക്ക് കൃത്യമായി നോട്ടിൽ എഴുതിയാണ് പഠിക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ +2 പഠിക്കുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ടായിരുന്നു. സയൻസ് പഠിച്ചവർക്കറിയാം. ഈ ഓർഗാനിക് കെമിസ്ട്രിയിൽ 50-ലധികം നെയിം റിയാക്ഷൻസ് ഉണ്ടായിരുന്നു.
നമ്മളത് പഠിച്ചിരുന്നത് എങ്ങനെയാണ്? അതൊരു ബുക്കിൽ എഴുതി ഡെയിലി വായിക്കും. അർത്ഥം മനസ്സിലായിട്ടില്ല, പോയിന്റ് മനസ്സിലായിട്ടില്ല, ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ ജൂൺ 1 മുതൽ വായിച്ചു തുടങ്ങി. ഓർഗാനിക് കെമിസ്ട്രി തുടങ്ങുമ്പോൾ ഒരു പക്ഷേ ഒക്ടോബർ നവംബർ ആവുമായിരിക്കാം. പക്ഷെ അതിനുള്ളിൽ ഈ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അറിയാതെ കയറുവാണ്. വെറുതെ വായിക്കുക, അതിന് പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾ കൊടുക്കണ്ട, വെറുതെ വായിക്കുക. അപ്പം മനസ്സിലായോ മനസ്സിലായില്ലയോ, പക്ഷെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറും. അതേപോലെ തന്നെ ഈ വൊക്കാബുലറി എന്ന് പറയുന്നത് നിങ്ങൾ ഡെയിലി നോട്ടിൽ എഴുതുമല്ലോ, എല്ലാ ദിവസവും അത് വായിക്കുക. വായിച്ചു വിടുക, പഠിച്ചു വിടുക എന്നല്ല ഞാൻ പറയുന്നത്, വായിച്ചു വിടുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരുപാട് വാക്കുകൾ കയറും. ആദ്യത്തെ പ്രാവശ്യം പഠിച്ചു വിട്ടാൽ മതി, പിന്നീട് വായിച്ചു വിടുമ്പോൾ നിങ്ങൾ അറിയാതെ അത് തറവായിക്കോളും. ഇതാണ് വൊക്കാബുലറി പഠിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി. ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഫോറിൻ വേർഡ്സ് ഉണ്ട്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് ട്രിക്കുകളുണ്ട്. ഇപ്പോൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ CIDEയിൽ എൻഡ് ചെയ്താൽ ഇട്ട് സ്കില്ലിംഗ് അല്ലേ, ഓളജിയിൽ എൻഡ് ചെയ്താൽ ഇട്ട് സ്റ്റഡി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് വൊക്കാബുലറി മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി ഗ്രാമർ നമ്മൾ പറഞ്ഞു, നോൺ ഗ്രാമർ പറഞ്ഞു. ഇതെല്ലാം ഒരു 2 to 3 റൗണ്ട്സ് ഓഫ് റിവിഷൻ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോഡൽ എക്സാംസും ചെയ്തു വരുമ്പം ഇംഗ്ലീഷ് വളരെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. നിർബന്ധമായിട്ടും ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിന് ഗ്രാമറിനൊരു നോട്ട്, നോൺ ഗ്രാമറിനൊരു നോട്ട്. അതിൽ തന്നെ ഗ്രാമർ നമ്മൾ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ബാങ്ക് ലെവലിലെ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ ഗ്രാമറിനായാലും നോൺ ഗ്രാമറിനായാലും സെലക്ട് ചെയ്യുക. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് എഴുതി തന്നെ വെക്കുക. ഗ്രാജ്വലി നിങ്ങൾക്ക് ഇനിയുള്ള സമയം പഠിച്ചാലും ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാമിൽ ഇംഗ്ലീഷ് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എത്ര ദിവസം ഉണ്ടാവും എക്സാമിന്? കൂടിപ്പോയാൽ ഒരു 6 മാസം അല്ലേ? ഈ 6 മാസം കൊണ്ട് നിങ്ങൾ പഠിച്ചാൽ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പോലൊരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, ഇംഗ്ലീഷ് എന്ന ഭാഷ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെയും അല്ലെങ്കിൽ അതിന് മുന്നത്തെ പ്രാവശ്യത്തെയും റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാം ഇംഗ്ലീഷ് അറിയുന്നവർ മാത്രമാണ് ക്രാക്ക് ചെയ്തതെന്ന്? ഒരിക്കലുമല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ഹോൾഡേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ ശരൺ ഉണ്ടായിരുന്നു, കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ. ശരണിൻ്റെ ഇൻ്റർവ്യൂ നമ്മൾ ഈ വീഡിയോനോടൊപ്പം തന്നെ പിൻ ചെയ്യാം. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലായിരുന്നു. ഇംഗ്ലീഷ് ഒന്നും അറിയാത്തൊരു കുട്ടി ആദ്യത്തെ എക്സാമിൽ 23-ാം വയസ്സിൽ ജോലിയിൽ കയറി. തീർച്ചയായിട്ടും ആർക്കും ഇത് സാധിക്കുന്ന ഒരു കാര്യമാണ്. കുറച്ച് എഫേർട്ട് നമ്മൾ നമ്മുടെ സൈഡിൽ നിന്നും ഇടുക. അതുപോലെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാമിന് പഠിക്കുമ്പോൾ മറ്റൊരു ടിപ്പും കൂടി എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ഒരേ ദിവസമാണ്. ഒബ്ജക്റ്റീവിന് 40% മാർക്കിന് എബവ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് അവർ ഇവാലുവേറ്റ് ചെയ്യും. ഇനി അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിന്നീട് നമുക്ക് പഠിക്കാൻ സമയമില്ല, ഇതിനോടൊപ്പം തന്നെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് കൊണ്ടുപോകണം. പ്രിസി റൈറ്റിംഗ് ഉണ്ട്, പാരഗ്രാഫ് റൈറ്റിംഗ് ഉണ്ട്, കോംപ്രിഹെൻഷൻ വരാം. ഇത്രയും ഭാഗങ്ങളാണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിൽ വരുന്നത്. 60 മിനിറ്റ് 60 ചോദ്യം. ഇവിടെ റൈറ്റിംഗ് പ്രാക്ടീസ് ഈസ് എ മസ്റ്റ്. അപ്പോൾ തുടക്കത്തിലേ തന്നെ ഞാൻ പഠിക്കാൻ പറയില്ല, പക്ഷെ നിങ്ങളുടെ പഠനം മുന്നോട്ട് പോയി ഒരു 20 ദിവസമൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് കൂടെ കൂട്ടണം, എഴുതി നോക്കണം, ചെയ്തു നോക്കണം. അങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ക്രിപ്റ്റീവിൽ ആ ഒരു മിനിമൽ ഗ്രിപ്പും നിങ്ങൾക്ക് ഇതിനോടകം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ വിചാരിക്കുന്ന പോലെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് എഫേർട്ട് നമ്മളുടെ ഭാഗത്തു നിന്ന് ഇട്ടാൽ തീർച്ചയായിട്ടും ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നൊരു പോസ്റ്റ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, എനിക്കറിയില്ല അപ്ലൈ ചെയ്യണോ എന്ന് ചിന്തിച്ചിരിക്കാതെ അപ്ലൈ ചെയ്യുക. ഓട്ടോമാറ്റിക്കലി പഠിക്കാനുള്ളൊരു ഡ്രൈവ് നിങ്ങളിലേക്ക് വരും. കഴിഞ്ഞ വർഷങ്ങളെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ വർഷം ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്നൊരു എക്സാമിന് കുട്ടികളിലുള്ളൊരു അവയർനെസ് വളരെ കൂടുതലാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്നൊരു എക്സാമാണ്. PSC എഴുതാത്തവർ പോലും ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു എക്സാം എഴുതണോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല, എഴുതുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സോ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് 2-ാം തീയതിയാണ്. എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിന് ഡൗട്ട് ഉണ്ട് എങ്കിൽ അതിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്, കണ്ടു നോക്കുക, അപ്ലൈ ചെയ്യുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട്. ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിനെ കൃത്യമായിട്ട് ഡെയിലി വൊക്കാബുലറി അടക്കം എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. ഒന്നും നിങ്ങൾ എവിടെയും അന്വേഷിച്ച് പോകണ്ട. ഡെയിലി എക്സാംസ് ഉണ്ടാകും, വീക്ക്ലി എക്സാംസ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ വൊക്കാബുലറി നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു. നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നു. ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ഇങ്ങനെ എല്ലാ ഫെസിലിറ്റീസോടും കൂടിയുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് മേക്കേഴ്സായ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ക്ലാസ്സസ് ആരംഭിച്ചു കഴിഞ്ഞു. ക്ലാസ്സസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക 8589083568. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയുമായിട്ട്. താങ്ക് യു സോ മച്ച്.